तो ये बार बार बीजेपी की ओर से चुनाव आयोग की ओर से कहा जाता है कि തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബിജെപിക്കുമെതിരെ തെളിവുകളുമായി വിമർശനവുമായി രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനും ബിജെപി സംസ്ഥാന സർക്കാരുകൾക്കും അധികാരത്തിൽ തുടരാൻ അവകാശമില്ല. ചില തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഞെട്ടിച്ചു. മഹാരാഷ്ട്രയിൽ 5 വർഷത്തിൽ ചേർത്തവരേക്കാൾ കൂടുതൽ 5 മാസം കൊണ്ട് വോട്ട് ചേർത്തു. ഹരിയാനയിലെയും കർണാടകയിലെയും തെരഞ്ഞെടുപ്പ് തീയതികൾ മാറ്റിയതിലും സംശയമുണ്ട്. മഹാരാഷ്ട്രയിൽ 5 മണിക്കു ശേഷം പോളിംഗ് നിരക്കുകൾ കുതിച്ചുയർന്നു. വോട്ടർ പട്ടിക നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിസമ്മതിച്ചു. മഹാരാഷ്ട്രയിൽ 40 ലക്ഷം ദുരൂഹ വോട്ടർമാർ വന്നു. CCTV ദൃശ്യങ്ങൾ ലഭിക്കാതിരിക്കാൻ ചട്ടങ്ങൾ മാറ്റി. 45 ദിവസം കഴിഞ്ഞ് ദൃശ്യങ്ങൾ നശിപ്പിക്കുന്നു. കമ്മീഷൻ BJPയുമായി ചേർന്ന് വോട്ട് മോഷ്ടിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. കർണാടകയിലെ മഹാദേവപുരയിൽ 1 ലക്ഷത്തിലേറെ വോട്ടുകൾ അട്ടിമറിച്ചു. ഇത് പഠിക്കാൻ ടീമിനെ വെച്ചു. വോട്ടർ പട്ടികയിലെ ഓരോ ചിത്രവും പേരും വിവരങ്ങളും വിശദമായി പരിശോധിച്ചു. സോഫ്റ്റ് കോപ്പി തരാത്തതിനാൽ കടലാസ് രേഖകൾ പരിശോധിച്ചു. സെക്കൻഡുകൾ കൊണ്ട് രേഖ പരിശോധിക്കുന്നത് 6 മാസം വേണ്ടിവന്നു. വോട്ടർ പട്ടികയിലെ വീട്ടു നമ്പറുകൾ 0 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒറ്റമുറി വീട്ടിൽ 80 വോട്ടർമാർ. വ്യാജവിലാസങ്ങളിൽ ഒട്ടേറെ പേർ. 70 വയസ്സുള്ളവർ വരെ ആദ്യമായി വോട്ട് ചേർത്തതായി കാണുന്നു. ചിലരുടെ പിതാവിൻ്റെ പേരിൽ സ്ഥാനത്ത് അക്ഷരങ്ങൾ മാത്രം. 68 പേർക്ക് ഒരു വ്യവസായ സ്ഥാപനത്തിൻ്റെ വിലാസമാണുള്ളതെന്നും രാഹുൽ ഗാന്ധി തെളിവുകൾ നിരത്തി പറഞ്ഞു. രാഹുൽ ഗാന്ധി ഇപ്പോൾ രാജ്യത്തിനു മുമ്പിൽ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ആ കാര്യങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് എങ്ങനെയാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നത് എന്ന് കൃത്യമായി വിവരിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. മോദി സർക്കാർ നിയമപരമായി നിലനിൽക്കുന്ന സർക്കാരല്ല, അതൊരു വ്യാജ സർക്കാരാണ് എന്ന് രാജ്യത്തിൻ്റെ മുന്നിൽ വ്യക്തമാക്കിയിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ എണ്ണിയിരിക്കുന്നു. 5 മണിക്ക് ശേഷം കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയ ബൂത്തുകളുടെ CCTV ദൃശ്യങ്ങൾ ചോദിച്ചപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. വോട്ടേഴ്സ് ലിസ്റ്റിലെ അട്ടിമറി രാഹുൽ ഗാന്ധി അക്കമിട്ട് വിവരിക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സംവിധാനം BJP തകർത്തിരുന്നു എന്ന് രാഹുൽ ഗാന്ധി ഏതൊരാൾക്കും മനസ്സിലാകുന്ന വിധം തെളിവുകൾ സഹിതം രാജ്യത്തോട് പറഞ്ഞിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷന് ഒരു വിധത്തിലും നിഷേധിക്കാൻ കഴിയില്ല. അവർ മൗനം പാലിക്കുകയാണ്. കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നത് തട്ടിപ്പ് നടത്തിയാണ്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഈ സർക്കാരുകൾക്ക് ഭരണഘടനാപരമായി തുടരാൻ അവകാശമില്ല എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നു. Institutional reforms. What plans does Congress have to ensure that vulnerable sections of the society, especially minorities, Dalits, and of course the migrant workers, are aware of their rights and can verify or restore their voter status easily as a party? Yeah, we are. This is the entire purpose of this press conference. That we are bringing proof that the only thing that poor people in this country, the only power poor people in this country have is being stolen from them right in front of their face. Right? That's what we are doing. We've been doing it now for some time. कुमार विक्रांत चर्चा का विषय बनती हैं. एक तो ये बार बार बीजेपी की ओर से चुनाव आयोग की ओर से कहा जाता है कि जब कांग्रेस या विपक्ष चुनाव जीत जाता है तब वो कहता है कि इसमें गड़बड़ी है, धांधली है. सर एक मिनट पूरा कर लेंगे. और जब हार जाते हैं तब वो ये बात कहने लगते हैं. जीत जाते हैं तब कुछ नहीं कहते हैं. और दूसरी बात ये, क्या इसका इलाज वोटिंग मशीन की जगह? एक बात आपको क्लियरली समझनी होगी, जब तक इलेक्शन कमीशन कॉम्प्रोमाइज्ड है, जब तक वोटर लिस्ट कॉम्प्रोमाइज्ड है, तब तक ना EVM से कुछ होगा ना मैन्युअली होगा. इलेक्शन कमीशन अगर नॉन कॉम्प्रोमाइज्ड है और मैन्युअली किया जाए हो सकता है, बट यहां तो आप वोटर लिस्ट लगाइए, आप मैन्युअली कीजिए, EVM कीजिए, उससे कोई फर्क नहीं पड़ेगा. मैं आपको दिखाया 1 लाख फेक वोटर एक असेंबली में. आपका दूसरा सवाल क्या था? जीत जाते हैं तब कांग्रेस कुछ नहीं बोलती है, हार जाता है तो देखिए ये स्ट्रेटेजिकली किया जाता है. हमने मॉडल दिखा. करना चाहते हो वहां कर सकते हो. सिंपल सी बात है. तो नैरेटिव तो बनाना पड़ता है ना. पॉइंट ये नहीं है कि बीजेपी जीत रही है, कांग्रेस हार रही है. पॉइंट है कि हियर देयर इज क्लियर प्रूफ, 100% proof. That 100%. So whether who is winning, who is losing, that's a separate question.
We are saying that there is the integrity of the election system in India is gone. This, what has happened in Mahadevapura, is the destruction of democracy, and there are the groups of people who are doing it. I am from Deccan Raj. തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തെളിവ് നിരത്തിയാണ് രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുന്നത്. മഹാരാഷ്ട്രയിൽ വലിയ ക്രമക്കേടുകൾ, വ്യാപക ക്രമക്കേടാണ് നടന്നത്.